നമസ്കാരം. വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞ കാര്യം ഭയങ്കര വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പണ്ട് അച്യുതാനന്ദനും പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അച്യുതാനന്ദനൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിക്കും വർഗീയതയൊന്നുമല്ല. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ വെള്ളാപ്പള്ളിക്കും അച്യുതാനന്ദനൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ സാധനം തന്നെയാണല്ലോ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സാധനം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത അതല്ലെങ്കിൽ ഉപയോഗിക്കാനാവതില്ലാത്ത ആളുകളായിരുന്നു അവർ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. സത്യത്തിൽ വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഒരു ഏറ്റുപറച്ചിലാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെ നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ കഴിയുന്ന കാലത്ത് അതിനൊന്നും മുതിരാതെ അതല്ലെങ്കിൽ അതിന് ചിലപ്പോൾ ആവതില്ലാത്തതുകൊണ്ടാകും പല അസുഖങ്ങളുള്ള ആളുകളുണ്ടല്ലോ. വെള്ളാപ്പള്ളിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ കുശുമ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരാൾ ആദ്യമൊക്കെ ഇങ്ങനെ പാവപ്പെട്ട് നടന്നൊരു മനുഷ്യന് ചിലപ്പോൾ പെട്ടെന്ന് പണമൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കഴിയുമ്പോൾ അവരോട് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊരു ഇതുണ്ടാവും, ഒരു കുയിന്തും കുശുമ്പും പുന്നായ്മയൊക്കെ ഉണ്ടാവും. അതുപോലെ ഉള്ളൊരു സംഭവമായിട്ട് ഇതിനെ കണ്ടാൽ മതി. വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ അച്യുതാനന്ദനൊക്കെ കൊടുത്തിട്ടുള്ള അതേപോലത്തെ ഒരു ഉപകരണം തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും ദൈവം കൊടുത്തിട്ടുള്ളത്. അതിനെ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതിനുള്ള ആപതും ദൈവം അവർ കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഒരു ഏറ്റുപറച്ചിലാണ്. അന്ന് എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു വിഷമം മാത്രമായിട്ട് കാണാം. ഇതിനൊരു വർഗീയതയായിട്ട് ആരും കാണരുത്. പിന്നെ വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത്, വെള്ളാപ്പള്ളിയുടെ മകന് ഇതുപോലെ ജയിലിൽ കടന്ന സമയത്ത് UAE ചെക്ക് കേസിൽ പെട്ട് ജയിലിൽ അകപ്പെട്ട സമയത്ത് ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ടാക്കാനും ജനസംഖ്യ വർദ്ധിപ്പിക്കാനും നടക്കുന്ന ഒരു കുടുംബത്തിലും സമുദായത്തിലും പെട്ടിട്ടുള്ള MA യൂസുഫ് അലിയാണ് ഈ തുഷാർ വെള്ളാപ്പള്ളിയെ UAE ജയിലിൽ നിന്നും അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്തുകൊണ്ട് ഇറക്കിക്കൊണ്ടുവന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ കുറേ കുട്ടികളുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ കുടുംബത്തിൽ നിന്നുള്ള മനുഷ്യൻ ചെയ്ത ഉപകാരം കൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ചെന്നിയൊക്കെ പിടിച്ച് ഇതുപോലെ പിച്ചും പേയും പറയുന്ന സമയത്ത് കൂടെ ഇരിക്കാനൊരു മകനുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ വെള്ളാപ്പള്ളിയോട് ഒരു ഉപദേശമാണ് പറയാനുള്ളത്, പറ്റുമെന്നുണ്ടെങ്കിൽ ആവതുണ്ടെങ്കിൽ ഇപ്പോഴും ശ്രമിക്കുക. ഇവിടെ മക്കളുണ്ടാക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, ആരും തടയാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.